ഹായ് ഓൾ, വെൽക്കം ടു സിവിലിയൻസ്. നമ്മളിതാ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 സിവിലിന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സാമിന്റെ ഫൈനൽ സ്റ്റേജ് പ്രിപ്പറേഷനിലാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്പീഡപ്പ് കൂട്ടാൻ വേണ്ടി സിവിലിയൻസ് ഒരു കോംപ്രിഹെൻസീവ് റിവിഷൻ സീരീസുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഫോർ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം JI സക്സസ് മന്ത്ര. അതെ, നമുക്കിനി സബ്ജക്ട് വൈസ് വെയിറ്റേജിലേക്ക് പോകാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ PSC സിലബസ് പ്രസിദ്ധീകരിക്കാറുണ്ട്. പൂർണ്ണമായും ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാറുള്ളത്. ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ സിലബസ് അനാലിസിസിലേക്ക് നമുക്ക് പോവാം. നമ്മളിവിടെ സിലബസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത സബ്ജക്റ്റിൽ ഒന്നാണ് ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ ടെക്നോളജിയും. ഏകദേശം 30 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതെ, അടുത്തതായി 10 മാർക്കിന്റെ സബ്ജക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 6 സബ്ജക്റ്റ് ആണ് 10 മാർക്ക് വെയിറ്റേജ് നൽകിയിട്ടുള്ളത്. ബിൽഡിംഗ് ഡ്രോയിങ്, അതുപോലെ തന്നെ RCC ആൻഡ് സ്റ്റീല്, മെക്കാനിക്സ്, സർവേ, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. സാധാരണ ഒരു ഓവർസിയർ ലെവൽ സബ്ജക്ട്സ് ആണ് ഇതൊക്കെ. ഇതിനൊക്കെയും 10 മാർക്ക് വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് 90 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള 10 മാർക്കിന്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഒന്ന് എസ്റ്റിമേഷനും മറ്റൊന്ന് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗുമാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് അനാലിസിലേക്ക് പോവാം. അതെ, സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് 15 മാർക്ക് നൽകുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിലേക്ക് പോകാം. ബിൽഡിംഗ് മെറ്റീരിയലിലേക്ക് നോക്കുകയാണെങ്കിൽ റോക്ക്, സ്റ്റോൺ, ബ്രിക്ക്, അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ തന്നെ. ക്ലേ പ്രോഡക്ട്സ്, മോർട്ടാർ, കോൺക്രീറ്റ്, ടിമ്പറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷനാണ്. അതുപോലെ തന്നെ അഡ്മിക്സ്ചേഴ്സ്, പെയിന്റ്, വാർണിഷസ്, മെറ്റൽ, പ്ലാസ്റ്റിക്, ഇതൊക്കെയാണ് സിലബസിൽ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സിലബസ് പറഞ്ഞ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മേസൺട്രി ആണ്, അതായത് ബ്രിക്ക് മേസൺട്രി, സ്റ്റോൺ മേസൺട്രി ഒക്കെ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ആർച്ചസ്, ലിൻഡൽസ്, പിന്നെ ഫൗണ്ടേഷൻസ്, പിന്നെ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്സ് ആണ് സ്കഫോൾഡിങ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ ഏതൊരു എക്സാമിനും സ്കഫോൾഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോവുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അല്ലേ. അതിൽ തന്നെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ നടത്തുന്ന വേരിയസ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, ഡാം പ്രൂഫിംഗ്, അതുപോലെ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്, വെതറിംഗ് കോഴ്സ്, അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ഫയർ പ്രൂഫിംഗ്, കാർപ്പൻട്രി, അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ജോയിൻറ്റ്സ്, അതുപോലെ ഡോർസ്, വിൻഡോസ്, വെന്റിലേറ്റേഴ്സ്, അതിൻ്റെ പാർട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ഫ്ലോസ്, അതുപോലെ തന്നെ റൂഫ് കവറിങ്സ്, അതിൻ്റെ പർപ്പസുകൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂഫ് ട്രസ്സസ്, ഇതൊക്കെയാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 30 മാർക്കിന്റെ സിലബസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി വരുന്ന 70 മാർക്കിന്റെ സിലബസിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തെന്ന് വെച്ചാൽ ബിൽഡിംഗ് ഡ്രോയിങ്ങിൻ്റെ പ്ലാനിങ് ആണ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇത് മെയിൻലി 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, പിന്നെ ഉള്ളത് CAD, പിന്നെ ഉള്ളതാണ് നമ്മുടെ ബിൽഡിംഗ് ബൈ ലോസ്. നമുക്കിപ്പോൾ ലാസ്റ്റ് എടുത്ത് നോക്കിയാൽ കൂടുതൽ ക്വസ്റ്റ്യനും ചോദിക്കുന്നത് ബിൽഡിംഗ് ബൈ ലോസ് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അടുത്തതായി നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ലെക്ചർ പോസ്റ്റ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ സബ്ജക്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. RCC ആൻഡ് സ്റ്റീലിലേക്ക് വരികയാണെങ്കിൽ RCCയിൽ മെയിനായി നമ്മൾ നോക്കേണ്ടത് കോഡൽ പ്രൊവിഷൻസ് തന്നെയാണ്. അത് തന്നെയാണ് സിലബസിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ RCC സ്ട്രക്ചേഴ്സിൽ തന്നെ കോളംസ്, ബീംസ്, സ്ലാബിൽ തന്നെ 1 വേ സ്ലാബ്, 2 വേ സ്ലാബ്, പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, റീറ്റെയിനിങ്, അതുപോലെ എർത്ത് കേക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി. അതോടൊപ്പം തന്നെ സ്റ്റീലിലേക്ക് വരികയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ബോൾസ്, റിവെറ്റ്സ്, അതുപോലെ തന്നെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ്, അതുപോലെ തന്നെ പ്ലേറ്റ് ഗൈഡേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പ്ലേറ്റ് ഗൈഡേഴ്സ് വരെ നമ്മൾ സിലബസിൽ എടുത്തിട്ട് പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്സ് ആണ്. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് IS കോഡൽ പ്രൊവിഷൻസ് തന്നെ നമുക്ക് കൂടുതലും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ടൈപ്സ് ഓഫ് സീവേഴ്സ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, പിന്നെ ഉള്ളതാണ് സീവർ അപ്പർട്ടനൻസ്. അപ്പോൾ അതും നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ് ആൻഡ് ടണൽസ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിനെയാണ് സിലബസ് നോക്കുകയാണെങ്കിൽ കുറച്ച് വാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്ര സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ റോഡ്സിലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജോമെട്രിക് ഡിസൈന്, അതുപോലെ വേരിയസ് കമ്പോണൻസ് ഓഫ് റോഡ്സ്. പിന്നെ റെയിൽവേയിലേക്ക് വരികയാണെങ്കിൽ പെർമനൻറ്റ് വേ, ഗേജ് ലെങ്ത്, ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ തന്നെ സ്ലീപ്പർ ഡെൻസിറ്റി, യാർഡ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ തന്നെ ഫിക്സ്ചേഴ്സ്, ഫാസ്റ്റനിങ്സ്, അങ്ങനെയുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് നമ്മളൊരു
ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോർഷനാണ് ബ്രിഡ്ജസും ടണൽസും അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ബ്രിഡ്ജസിൽ നിന്നും ടണൽസിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു മെയിനായിട്ട് ഒരു ടോപ്പിക്കാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ തന്നെ ഹൈഡ്രോളജിക്കും നമുക്ക് കുറച്ച് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡ്യൂട്ടി, ഡെൽറ്റ, അതിൻ്റെ കുറച്ച് റിലേഷൻ ചോദിച്ചിട്ടുള്ള പ്രോബ്ലവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇറിഗേഷൻസിലുള്ളത് ഡാംസ് ഉണ്ട്, കനാൽസ് ഉണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, ഏതൊക്കെ ഇറിഗേഷൻസ് ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ആണെങ്കിൽ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. നമ്മൾ ഈ ഒരു സിലബസ് നോക്കിയാൽ അറിയാം പൂർണ്ണമായും നിമി ബേസ്ഡ് ആണ്. അപ്പോൾ നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിലേക്ക് പോകുകയാണെങ്കിൽ കോമൺ ടെക്നിക്സ്, അതുപോലെ തന്നെ യൂണിറ്റ്സ്, അതുപോലെ തന്നെ മെഷറിംഗ് യൂണിറ്റ്സ് എത്രയാണെന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, അതുപോലെ റേറ്റ് അനാലിസിസ്, പിന്നെ ഇറഗുലർ ബൗണ്ടറീസ് ഒക്കെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അതുപോലെ സിംസൺസ് ഫോർമുല, അതുപോലെ ട്രപ്പിസോയിഡൽ ഫോർമുല, ഇത്തരം കാര്യങ്ങളും ഈ ഒരു സിലബസിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് PSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലൊന്നായ സർവേയിങ്ങിലാണ്. നമുക്കിപ്പോൾ ഏതൊരു PSC എക്സാമിനും സർവേയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ടോപ്പിക്സ് എന്ന് നോക്കാം. ചെയിൻ സർവേ മുതൽ കോണ്ടൂറിങ് വരെ നമ്മൾ ഈ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ ടേബിൾ സർവേ, തിയോഡലൈറ്റ് സർവേ, കോണ്ടൂറിങ്, ചെയിൻ സർവേ, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ്. അഡ്വാൻസ് സർവേ ഇതിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നില്ല അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ പോർഷനാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ പോർഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്സിനോടൊപ്പം തന്നെ നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിമിനറി ടോപ്പിക്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ്, സ്ട്രെയിൻ, അതുപോലെ വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതുപോലെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അത് റെസിലൻസ്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യയിലേക്ക് വരികയാണെങ്കിൽ മൊമെന്റ് ഓഫ് അതിൽ തന്നെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം, പാരലൽ ആക്സസ് തിയറം, പിന്നെ ചെറിയ ചെറിയ ഇക്വേഷൻസ് അല്ലേ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൽ, ഇപ്പോൾ സർക്കുലാർ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണ് വരുന്നത് എന്നുള്ളതും കൂടെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ അടുത്ത പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ. നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആയ ഫ്രിക്ഷനിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉള്ളതാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. നമ്മൾ പഠിച്ച കോപ്ലാനാർ ഫോഴ്സസ്, കൊളീനിയർ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കൽ ടേം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ ഒരു സബ്ജക്ട് വൈസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. അതായത് കഴിഞ്ഞ തവണ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം നടത്തിയത് 2020 അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സബ്ജക്ട് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നിലവിൽ PSC എക്സാമിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള സിലബസിലെ സബ്ജക്ട് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് എക്സാം നോക്കിയാൽ ഏകദേശം ബിൽഡിംഗ് മെറ്റീരിയൽ ചോദിച്ചത് 6 മാർക്കിനും കൺസ്ട്രക്ഷൻ ടെക്നോളജി ചോദിച്ചത് 9 മാർക്കിനും. ഇപ്പോൾ ടോട്ടൽ നോക്കിയാൽ 15 മാർക്കിനാണ് ആ ഒരു സബ്ജക്റ്റ് ലാസ്റ്റ് ഇയർ എക്സാമിന് ചോദിച്ചത്. ഇനി ഇത്തവണ നോക്കിയാൽ PSC വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് 15 മാർക്ക് കൺസ്ട്രക്ഷൻ ടെക്നോളജിയും 15 മാർക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസും ആണ്. അപ്പോൾ ടോട്ടൽ നോക്കിയാൽ 30 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ആ ഒരു സബ്ജക്റ്റിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വെയിറ്റേജ് കൊടുത്ത് ഒരു പഠിക്കേണ്ട 2 ടോപ്പിക്കാണ്, ഒന്ന് ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ ടെക്നോളജിയും. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ട്രക്ചറൽ സബ്ജക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ RCC ആൻഡ് സ്റ്റീൽ കഴിഞ്ഞ തവണ 10 മാർക്കിന് ചോദിച്ചു, മെക്കാനിക്സ് 5 മാർക്കിന്, രണ്ടിനും കൂടെ ഏകദേശം 15 മാർക്കായിരുന്നു വെയിറ്റേജ് എങ്കിൽ ഇത്തവണ RCC ആൻഡ് സ്റ്റീലിന് 10 മാർക്കും അതുപോലെ തന്നെ മെക്കാനിക്സിന് 10 മാർക്കും 20 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. സ്ട്രക്ചറൽ സബ്ജക്ട്സിന്റെ വെയിറ്റേജ് കൂടി വരികയാണ്. അതെ, ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് ഇറിഗേഷനും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും. നമ്മൾ ലാസ്റ്റ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12 മാർക്കിനാണ് ഇറിഗേഷനും ട്രാൻസ്പോർട്ടേഷനും ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ നമ്മൾ ഈ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20 മാർക്ക്, അതായത് 10 മാർക്ക് ഇറിഗേഷനും 10 മാർക്ക് ട്രാൻസ്പോർട്ടേഷനും ആയിട്ട് ഏകദേശം 20 മാർക്കിൻ്റെ സിലബസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് ഡ്രോയിങ്. കഴിഞ്ഞ തവണ ബിൽഡിംഗ് ഡ്രോയിങ് ഏകദേശം 22 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ബിൽഡിംഗ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ഡ്രോയിങ്, ഓട്ടോക്യാഡ്, അതോടൊപ്പം തന്നെ ബിൽഡിംഗ് ബൈലോസ്, 3 കൂടെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇത്തവണ അത് നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് അല്ലേ. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗിനും വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്, എസ്റ്റിമേഷൻ്റെയും വെയിറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് JA എക്സാം ആണ്. അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതെ, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ വന്നു കഴിഞ്ഞാൽ റോക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബ്രിക്ക്, മോർട്ടാർ, കോൺക്രീറ്റ്, ടിമ്പറിലെ തന്നെ ഡിഫെക്ട്സ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഡിഫെക്ട്സ് സ്ഥിരമായി PSC ചോദിക്കാറുള്ള ഒരു പോർഷനാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ ടോപ്പിക്കായ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അതായത് മേസൺട്രി വർക്ക് തന്നെയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക്. അതിൽ സ്റ്റോൺ മേസൺട്രിയും ബ്രിക്ക് മേസൺട്രിയും നമ്മൾ എടുത്തിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ആർച്ചസ്, ലിൻഡൽസ്, പിന്നെ സ്കഫോൾഡിങ് തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്.
അണ്ടർ പിന്നിങ്, ഷോറിങ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കഫോൾഡിങ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തതായി നമ്മൾ പോവുകയാണെങ്കിൽ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിംഗ് ആണ്. അതിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ആണെങ്കിൽ കോഡൽ പ്രൊവിഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സൈസ് ഓഫ് ഷീറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻസ്, അതുപോലെ തന്നെ ഓട്ടോ ക്യാഡിലേക്ക് വരികയാണെങ്കിൽ വേരിയസ് കമാൻഡ്സ്, അതുപോലെ കീസ്. ബിൽഡിംഗ് ബൈലോസിലേക്ക് വരികയാണെങ്കിൽ ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, അതുപോലെ KMBR തന്നെ കഴിഞ്ഞ തവണ നാഷണൽ ബിൽഡിംഗ് കോഡും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത പോവുകയാണെങ്കിൽ സ്ട്രക്ചറൽ ടോപ്പിക്കായ RCC ആൻഡ് സ്റ്റീലിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. കോഡൽ പ്രൊവിഷൻസ് ആയ IS 456/2000 കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ബേസിക്സ് ആയിട്ടുള്ള കോളംസ് ഉണ്ട്, സ്ലാബ്സ് ഉണ്ട്, ബീംസ് ഉണ്ട്. ഇതിൻ്റെ കുറച്ച് വാല്യൂസും നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, അതായത് ക്ലിയർ ഡെപ്ത്, കവർ, അങ്ങനത്തെ കുറച്ച് വാല്യൂസും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഉള്ളതാണ് സ്റ്റീൽ നമുക്ക് പ്ലേറ്റ് ഗേർഡേഴ്സ് വരെ നമുക്ക് ലാസ്റ്റ് JA എക്സാമിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഗേർഡേഴ്സ് പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗിൽ സോഴ്സ് ഓഫ് വാട്ടർ, അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡൽ പ്രൊവിഷൻസ്, അല്ലെ പെർമിസിബിൾ ലിമിറ്റ്സിലേക്ക് വരുന്ന കോഡൽ പ്രൊവിഷൻസ് എത്രയാണ് ലിമിറ്റ്സ് വരുന്നത്, അതുപോലെ സീവേജിലേക്ക് വരികയാണെങ്കിൽ അനേറോബിക് ബാക്ടീരിയ, എയ്റോബിക് ബാക്ടീരിയ, അതുപോലെ ട്രാപ്പ്, സീവേജ് അപ്പർട്ടനൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. എസ്റ്റിമേഷൻ ആണ്. അപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് എസ്റ്റിമേഷൻ. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ബേസിക് ഡെഫിനിഷൻ മുതൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ടോപ്പിക്സ് തന്നെയാണ് എസ്റ്റിമേഷൻ. അതായത് പ്ലിന്ത് ഏരിയയുടെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. കാർപ്പറ്റ് ഏരിയ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാം. പിന്നെ ഉള്ളതാണ് യൂണിറ്റ്സ്. അതായത് 2 തരത്തിലുള്ള യൂണിറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. മെഷർമെൻറ്റ് യൂണിറ്റും ഉണ്ട്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ ടേൺ ഔട്ടും നമ്മൾ ലാസ്റ്റ് നമുക്ക് ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടേൺ ഔട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത വരുന്നൊരു ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് റോഡ്സ്, അവിടെ കുറച്ച് ഡേറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ക്രോസ് സെക്ഷനിലെ എലമെൻസിനകത്ത് തന്നെ ഇപ്പോൾ വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഷോൾഡർ, അങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വരുന്നത്. അതുപോലെ സയൻസ്, ട്രാഫിക് സയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, എത്രയാണ് ഹൈറ്റ് വരുന്നത്, അത്തരം കാര്യങ്ങൾ, മാർക്കിങ്സ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ആദ്യമായിട്ടുള്ളത് ഹൈഡ്രോളജിയാണ്. പിന്നെ ഉള്ളത് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. ഇതിൽ തന്നെയാണ് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ് വരുന്നത്. അതായത് ഡ്യൂട്ടി ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, ക്രോപ്പ് പീരീഡ് ഉണ്ട്, ബേസ് പീരീഡ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് കോർ ഡെപ്ത്. നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് സർവേയിങ് നമ്മൾ സിലബസ് ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺവെൻഷണൽ സർവേ മാത്രമേ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണത്തെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് സർവേ എന്നുള്ള ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ സിലബസ് പറഞ്ഞിട്ടുള്ളത് കൺവെൻഷൻ സർവേ ആയതുകൊണ്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ചെയിൻ സർവേ, കോമ്പസ് സർവേ, കോണ്ടൂറിങ്, പ്ലെയിൻ ടേബിൾ സർവേ, തിയോഡലൈറ്റ് സർവേ, ലെവലിംഗ്, ഇതൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ സർവേ നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ടോപ്പിക്സ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, പിന്നെ ഡിഫറെൻറ്റ് സപ്പോർട്ട് കണ്ടീഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം വരെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉള്ളതാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, BMD ആൻഡ് SFT. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കർവ് വരച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു കിടിലം സ്റ്റഡി പ്ലാനുമായിട്ടാണ്. അതെ, ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എൻറ്റയർ സിലബസ് കവർ ചെയ്യത്തക്ക രീതിയിലുള്ള വീഡിയോ ലെസണുകളാണ് യൂട്യൂബിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ദിവസവും എത്താൻ വേണ്ടി പോകുന്നത്. അതായത് ഓരോ സെക്ഷൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. പൂർണ്ണമായും നിമി ബേസ്ഡ് സിലബസ് ആയതുകൊണ്ട് തന്നെ നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതോടൊപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം എത്തി എന്ന് നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ജൂനിയർ ഇൻസ്ട്രക്ടർ മാതൃകയിലുള്ള മോഡൽ ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സിവിൽ ആപ്പ് വഴിയായിരിക്കും ഈ മോഡൽ ടെസ്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ നമ്മളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ അടുത്ത വീഡിയോയായി നമ്മളിതാ നിങ്ങളുടെ മുന്നിലെത്തുന്നു. Start your preparations for engineering competitive exams from top educators. Learn from the best.